കടുവ ചത്തു എന്ന വാർത്ത ആദ്യമായി മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരെ അറിയിച്ച നമ്മുടെ റിപ്പോർട്ടർ എം കമൽ ഇപ്പോൾ ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ആ സാഹചര്യം? ആ ചത്തു എന്ന് നമ്മൾ ആദ്യം പറയുമ്പോഴുള്ളൊരു ഫീല്? ആ സമയത്ത് കൃത്യമായ ഒരു സ്ഥിരീകരിച്ച വിവരം തന്നെയാണ് നമുക്ക് കിട്ടിയത്. കടുവ ചത്തു എന്നുള്ള വാർത്ത കൊടുക്കുന്നു. അപ്പം നമ്മൾ ഈ എസ്റ്റേറ്റിലേക്കായിരിക്കുമല്ലോ കൊണ്ടുവരിക എന്ന് വെച്ചിട്ട് എസ്റ്റേറ്റിന്റെ ഗേറ്റിലേക്ക് വരുന്ന വഴിക്ക് കുറച്ച് വനംവകുപ്പിന്റെ വാഹനങ്ങൾ കണ്ട് അവിടെ ഇറങ്ങിയപ്പോഴാണ് ഷമീറിന് ആ ദൃശ്യങ്ങളും ആദ്യം തന്നെ കൊടുക്കാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു ഇംതിയാസ് പറഞ്ഞ പോലെ വേറൊരു കടുവയാവാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല. അത് ആളുകൾ എല്ലാ സ്ഥലത്തും ആശങ്ക പറയും. പല സ്ഥലത്തും നമ്മളിങ്ങനെ ഓപ്പറേഷൻ പോകുമ്പോൾ ആളുകൾ പറയും ഇനിയിപ്പോൾ ആ കടുവ തന്നെയാണോ. പക്ഷെ അതെന്താ വെച്ചാൽ ഈ കടുവകളുടെ ഐഡന്റിറ്റി നമ്മൾ തീരുമാനിക്കുന്നത് കടുവകളുടെ മുഖത്തും ദേഹത്തുള്ള വരകൾ ഒരു കടുവയ്ക്ക് മാത്രമേ ഒരേപോലെ ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ടാണ് ഈ ID തീരുമാനിക്കുന്നത്. അപ്പോൾ അതാണ് ബയോളജിസ്റ്റ് വിഷ്ണു തന്നെ അത് ആദ്യം വിശദീകരിച്ചത്. ആ ചിത്രങ്ങൾ ഉണ്ടല്ലോ, ആദ്യം കിട്ടിയ ക്യാമറ ട്രാപ്പിൽ കിട്ടിയ ചിത്രം വെച്ചിട്ട് അവർക്ക് ആ കടുവ തന്നെയാണ് അപ്പം തന്നെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. അതിലിനി ഒരു സംശയത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞത്. പിന്നെ ഡോക്ടർ പറഞ്ഞത് കുറച്ച് പ്രായം കുറഞ്ഞ, സാധാരണ ഇത്തരം ഇപ്പോൾ നാട്ടിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കുക ഒരു 10 വയസ്സിന് മുകളിലേക്ക് 10-12 വയസ്സൊക്കെയുള്ള കടുവകളാണ് പ്രായമായി പരിക്കേറ്റ് കയറ്റിയത്. പക്ഷേ ഒരു 7 വയസ്സേ പരമാവധി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ കടുവയാണ് പുറത്തിറങ്ങിയത്. മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റതാകാം. എപ്പോഴും ഈ ടെറിട്ടറിക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ നടക്കും കാട്ടിൽ. അതിൽ ദുർബലൻ തോൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യും. അപ്പോൾ കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത ടെറിട്ടറിയിലേക്ക് മാറും. അത് ചിലപ്പോൾ നാടാവാം, ഒരു കൃഷിയിടമാവാം, വളർത്തുമൃഗങ്ങളെ വേട്ടയാടലാകാം. ഇവിടെ പക്ഷേ ഏറ്റവും നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. ആദ്യം മനുഷ്യന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വീണ്ടും അത് മനുഷ്യന് നേരെ ചാടുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ ആണ് ആളുകൾ വലിയ ഭീതിയിലായിരുന്നു. ഇംതിയാസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളുകൾ പടക്കം പൊട്ടിച്ചും മിഠായി വിതരണം ചെയ്തൊക്കെ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു ആളുകളാണ്. കാരണം എസ്റ്റേറ്റ് മേഖലയാണ്, അവരവരുടെ തൊഴിലുമായി ജീവിച്ചു പോകുന്നു. അവിടെ അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ ജീവൻ കടുവ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അവർ വൈകാരികമായി തന്നെ പെരുമാറുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് ആ രൂപത്തിലേ കാണാൻ പറ്റുള്ളൂ. അത് അവരുടെ ആഹ്ലാദവും അതേപോലെ തന്നെ വൈകാരികമാണ്. രാധ മരിക്കുന്നു. രാധ മരിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ പ്രദേശത്തുണ്ടാവുന്നു. പഞ്ചാരക്കുഴി നിവാസികളടക്കം പ്രതിഷേധത്തിലേക്ക് വരുന്നു. പിന്നീട് ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു RRT അംഗത്തിന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. അതിനുശേഷം ഇത് വീണ്ടും ഒരു ഊർജ്ജസ്വലമായ പ്രവർത്തനം ഇവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ട്? ഉണ്ട്. അത് പരിക്കേറ്റതുകൊണ്ടല്ല, നമ്മൾ ഈ ദൗത്യ സംഘത്തിനെ കാണുന്നില്ല. അവർക്ക് അവരുടേതായ ഒരു രീതിയുണ്ട്. പലപ്പോഴും അത് ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ടായിരിക്കും ഈ ദൗത്യം നടക്കുന്നത്. നമ്മൾ എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്, നമുക്കിത് കണ്ട് ശീലമാണ്. ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ച് എന്താ വെടിവെച്ചൂടെ, മുന്നിൽ കണ്ടില്ലേ അത്. പക്ഷേ അതിനൊക്കെ ശാസ്ത്രീയമായ രീതിയിലാണല്ലോ അവർ ദൗത്യം പൂർത്തിയാക്കുന്നത്. എല്ലാ സ്ഥലത്തൊന്നും മയക്കുവേടി വെക്കാൻ പറ്റില്ല. രാത്രി ഇപ്പോൾ ഡോക്ടർ പറയണ്ടായിരുന്നല്ലോ, രാത്രി കിട്ടിയിട്ട് കാര്യമില്ല, മയക്കുവേടി വെക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ട്. അവർക്ക് കൃത്യമായൊരു രീതിയുണ്ട്. അവർ ഓരോ സ്ഥലത്തും ഓരോ പ്ലാൻ ഉണ്ടാവും അവർക്ക് എന്താണ് ചെയ്യേണ്ടത്. അത് അനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുക. അപ്പോൾ ഇന്നലെ തീരുമാനിച്ചു ഇനി മനുഷ്യന് നേരെ ചാടി. അത് RRT അംഗം എന്നുള്ളതല്ല, 9 അംഗങ്ങൾ, 9 ആളുകൾ നടന്നു പോകുമ്പോൾ ഒരു കടുവ പിന്നെന്ന് ചാടുന്നുണ്ടെങ്കിൽ അത് ആക്രമണകാരിയായ കടുവയാണ്. സാധാരണഗതിയിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ കടുവ ഉൾവലിയാണ് ചെയ്യുക. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ഒരു മനുഷ്യജീവൻ എടുത്തു. അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളതിന് ദൃക്സാക്ഷികളില്ല. അവർ ഇരിക്കുകയായിരുന്നോ നടന്നു പോയായിരുന്നോ ഒന്നും അറിയില്ല. പക്ഷേ ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് 9 പേര് നടന്നു പോകുമ്പോൾ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മനുഷ്യന് നേരെ ഏത് സമയത്തും ആക്രമിക്കാം എന്നുള്ളൊരു സാഹചര്യം വരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തീരുമാനമുണ്ടായത്, കണ്ടാൽ വെടിവെച്ച് കൊല്ലാനൊക്കെ. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. ഈ പരിക്ക് ഡോക്ടർ പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ കാട്ടിൽ നിന്നേറ്റ പരിക്കിൻ്റെ ഭാഗമായി കടുവ ചത്തു എന്നാണ് വനംവകുപ്പ് പറയുന്നത്. എന്താണെങ്കിലും അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ കാര്യങ്ങളൊക്കെ വ്യക്തമാവും. അത് സ്വാഭാവികമാണ്. ഈ കടുവയുടെ വംശവർദ്ധനവും എണ്ണമൊക്കെ പ്രകൃതി നിയന്ത്രിക്കുന്നത് ഈ കടുവ, വേറെ ആരും ഇല്ല കടുവേനെ കൊല്ലാൻ. മറ്റു മൃഗങ്ങളെയാണെങ്കിൽ വേട്ടയാടാൻ വേറെ മാംസബുക്കുകളുണ്ട്. കടുവേനെ ഇപ്പോൾ മനുഷ്യൻ്റെ വേട്ട പൂർണ്ണമായി നിരോധിച്ചു. വലിയ പരിരക്ഷയാണ്, വലിയ രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് കടുവയ്ക്ക്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയില്ല. പിന്നെ ഈ കടുവകൾ തമ്മിലുള്ള ഫൈറ്റിൽ ഒരു കടുവ ചത്തിട്ടാണ് ഇതിന്റെ എണ്ണം കൺട്രോൾ ആവുന്നത്. അപ്പോൾ അതൊക്കെ പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആവാം. എന്താണെങ്കിലും ചിലപ്പോൾ അത് കാട്ടിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ അറിയ പോലുമില്ല ഒരു കടുവ ചത്തുപോയാൽ. ഇത് നാട്ടിലിറങ്ങുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം ഈ കമൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകാരികമായിട്ടൊക്കെ പ്രതികരിക്കുന്ന ഒരു സാധാരണക്കാരായ ജനങ്ങളാണ് പഞ്ചാരക്കൊല്ലിയിലേതും. നമ്മൾ ഇവിടെ കണ്ടൊരു പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നലെയും കണ്ടു, മിനിയാന്നും കണ്ടു. ഇന്നലെയും AK ശശീന്ദ്രൻ ഈ വനംവകുപ്പ് മന്ത്രി രാധയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ അദ്ദേഹം വളരെ ഇഴഞ്ഞാണ് അദ്ദേഹത്തിന്റെ വാഹനം രാധയുടെ വീടിന് മുൻപിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അതായത് അദ്ദേഹം മാപ്പ് പറയണമെന്നുള്ള രീതിയിലൊക്കെ ജനം ആ രീതിയിലായിരുന്നു പ്രതികരിച്ചിരുന്നതൊക്കെ. അതൊരു സ്വാഭാവിക പ്രതിഷേധമായിട്ടൊക്കെ നമുക്ക് കാണാമല്ലേ? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു മന്ത്രിയും സമീപകാലത്തൊന്നും ഇങ്ങനെ ഒരു പ്രതിഷേധം നേരിട്ടിട്ടില്ല. ഒരു പ്രതിഷേധം ഉണ്ടാകുന്നെങ്കിൽ തന്നെ അത് രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയുടെ യുവജന സംഘടനകൾ കരിങ്കൊടി കാണിക്കും, തടയാൻ ശ്രമിക്കും. ഇത് പക്ഷേ ജനങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ പോലീസിനും പോലീസിന്റെ ആക്ഷൻ പറ്റില്ല. സാധാരണക്കാരായ ആളുകളാണ്. പോലീസ് വളരെ സംയമനത്തോടെയാണ് പോലീസും ചെയ്തത്. മന്ത്രിയും അത് കൃത്യമായി ആ രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. പക്ഷേ ഇവർ വൈകാരികമായി പ്രതിഷേധിക്കുമ്പോഴും അവർ മന്ത്രിയോട് സംസാരിക്കുമ്പോഴൊക്കെ
ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. അത് ഗ്രാമപ്രദേശത്തെ തൊഴിലാളികളായ ആളുകളാണ്. അവരോട് സംസാരിച്ചാൽ അവർ വളരെ നല്ല രീതിയിലാണ് ഇടപെടുന്നതും. മന്ത്രിയോടാണെങ്കിലും അവരവരുടെ സങ്കടം പറയുന്നു. മന്ത്രി പറഞ്ഞതിനെ വളരെ നന്നായി കേട്ട് സ്വാഗതം ചെയ്യുന്നു. കൂട്ടായി വരുമ്പോൾ ഒരു പ്രതിഷേധം ഉണ്ടായി എന്നുള്ളതാണ്. അത് ഈ ഗ്രാമപ്രദേശങ്ങളുടെ തൊഴിലാളികളൊക്കെ അധിവസിക്കുന്ന ഒരു പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ കാണാൻ പറ്റുകയുള്ളൂ. പക്ഷേ മന്ത്രി ഇന്നലെ രാവിലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതിഷേധം ഉണ്ടാകും, മന്ത്രി വരണോ എന്നൊക്കെയുള്ള ആശങ്കയായിരുന്നു. പക്ഷേ ഇടതുമുന്നണിയുടെ ജില്ലാ നേതൃത്വവും CPM നേതൃത്വവും ഒക്കെ മന്ത്രി എന്തായാലും വയനാട്ടിൽ വന്ന സ്ഥിതിക്ക് ഇവിടെ വന്നേ പറ്റുള്ളൂ, ഇവിടെ വന്ന് അവരുടെ കുടുംബത്തെ കാണണം, ആളുകളെ കാണണം എന്ന് തീരുമാനിച്ചു. മന്ത്രി വരികയും ചെയ്തു. അതോടെ ആ പ്രശ്നം തീർന്നു. അന്നേരം പ്രതിഷേധം ഉണ്ടായെങ്കിലും അതോടുകൂടെ ആളുകൾ പിന്നീട് ചർച്ചയൊക്കെ നടത്തി വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനവും വന്നു. അങ്ങനെ പ്രതിഷേധം അവസാനിച്ചു. ഇന്നെന്തായാലും ആ അന്തരീക്ഷം മാറി ഒരു ആഹ്ലാദത്തിന്റെ അന്തരീക്ഷമായി.